യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 130 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രേഷ്ഠൻ വേറാരുമില്ലേ. നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ. അഞ്ചാമത്തെ വരത്തിന്റെ പേരാണ് ദാനം ചെയ്യുവാനുള്ള വരം. അതിന് ശരിയായിട്ടുള്ള കാര്യം തനിക്ക് മറ്റുള്ളവരുമായി ദൈവം തന്നിരിക്കുന്ന നന്മകൾ പങ്കിടുക എന്നാണ് അർത്ഥം. നമുക്ക് നൽകിയിരിക്കുന്നതെല്ലാം ദൈവം ആകുന്നു. നമ്മുടെ കഴിവുകളാണ്, നമ്മുടെ മിടുക്കുകളാണെന്നുള്ള ചിന്ത ദൈവമക്കൾ പൂർണ്ണമായും മാറ്റിയിരിക്കണം. അബ്രഹാമിൻ്റെ കാലം മുതലാണ് വേദപുസ്തകത്തിലെ ദശാംശത്തെ പറ്റി പറയുന്നത്. അത് ഉൽപ്പത്തി 14-20 മൽക്കീസേദെക്ക് എന്ന് പറഞ്ഞു രാജാവ്, അത് ശാലേം രാജാവ് എന്നും പറയുന്നു. ഈ ശാലേം രാജാവ് അബ്രഹാമായിട്ട് കണ്ടുമുട്ടുന്നു. യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണനായിരിക്കുന്ന അബ്രഹാമിനെ ഇതാ ആ രാജാവ് അബ്രഹാമിനെ തേടി വരുന്നു. അപ്പവും വീഞ്ഞും കൊണ്ട് അവന് കൊടുക്കുന്നു. അതിനകത്തൊരു ആത്മീയ സത്യം നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാം ആർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്തത്. ശത്രുവിനെ അവിടുന്ന് പകയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശത്രുവിനെ ഓടിക്കാൻ വേണ്ടി ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താൻ ചെയ്ത് ക്ഷീണനായി മടങ്ങി വരുമ്പോൾ അവിടുത്തെ രാജാവ് തന്നെ തേടി വരുന്നു. അതിനകത്തുള്ള ആത്മീയർത്ഥം മനസ്സിലാക്കണം. നാം ദൈവത്തിന് വേണ്ടി പോരാടുകയും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ മറന്നു കളയുന്ന ഒരു ദൈവമല്ലെന്നൊരു ദൃഷ്ടാന്തമാണ് ഒരു രാജാവ് ഈ അബ്രഹാമിനെ തേടി വരുന്നു. അടുത്തത് വായിക്കുമ്പോൾ ശാലേം രാജാവായിരിക്കുന്ന മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന് ആത്മീയമായ കാര്യം, മറ്റ് ഭൗതികമായ കാര്യം. തൻ്റെ ദാഹവും വിശപ്പും അനുസരിച്ച് ശാലേം രാജാവ് അവനെ പോഷിപ്പിച്ചു. 2 ആത്മീയമായ കാര്യം, അബ്രഹാമിനെ ഇതാ ശാലേം രാജാവ് അനുഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ ലഭിച്ച നന്മയുടെ ദശാംശം മുഴുവൻ മൽക്കീസേദെക്കിന് കൊടുത്തു. അബ്രഹാമിൻ്റെ കാലം മുതലാണ് ദശാംശം വേദപുസ്തകത്തിൽ വരുന്നത്. വേദപുസ്തകത്തിലെ പല നിലയിൽ ദശാംശത്തെ പറ്റി പറയുന്നുണ്ട്. അതിലെ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. കാരണം എൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കമുള്ളതുകൊണ്ട് വിശാലമായൊരു പഠനം ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ലേവ്യ പുസ്തകം 27-ാം അധ്യായം അതിന് 30-ാമത്തെ നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. ദൈവത്തിന് കൊടുക്കുന്നത് വിശുദ്ധം ആകുന്നു. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൻ്റെ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ കൊടുക്കാതെ മാറ്റി വെക്കുന്നു എങ്കിൽ ഇനിയും
അതിന് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. താഴെ പറയുന്നു, മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 1/10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് 10 ആടുണ്ടെങ്കിൽ ഒരാട് ദൈവത്തിന്റെ വകയാണ്, ബാക്കി 9 ഉള്ളൂ. അത് തന്നെയാണ് പുതിയ നിയമത്തിലുമുള്ളത്. പല ആളുകൾ ചോദിക്കാറുണ്ട്, പുതിയ നിയമത്തിലുള്ള ദശാംശം ഉണ്ട്. ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അവസരം കിട്ടുമ്പോൾ അത് വിവരിപ്പാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ അത്ര വന്നിരിക്കുന്നത്. യാഗങ്ങളും വഴിപാടുകളും പെരുന്നാളുകളും അങ്ങനെയുള്ളവയ്ക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അല്ലാതെ പഴയ നിയമം മുഴുവൻ മാറിയെന്ന് ചിന്തിക്കരുത്. പഴയ നിയമം ഉണ്ടായിട്ടല്ലേ പുതിയ നിയമം വരുന്നത്. അത് വളരെ മനസ്സിലാക്കേണ്ട സത്യമാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം, ആണ്ടുതോറും നിലത്തെ വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വെക്കണം. മാറ്റിവെക്കരുത്, അതിനെ ഇല്ലാതാക്കരുത്. ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടണം. കാരണം ഭയപ്പെട്ടേ പറ്റുള്ളൂ. അവിടെ നിനക്ക് പറയുന്ന എല്ലാറ്റിലും ദശാംശം കൊടുത്തിരിക്കണം. ഇനി നമുക്ക് മലാക്കി പ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം, നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ കൊടുക്കണം, കൊണ്ടുവരുവീൻ. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. ദൈവനാമത്തിനു വേണ്ടി ദശാംശം കൊടുത്തിട്ടുള്ള ഏത് വ്യക്തിക്കും അവൻ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇഷ്ടംപോലെ ധനമുണ്ട്, സമ്പത്തുണ്ട്, ദൈവനാമത്തിനു വേണ്ടി കൊടുക്കാത്തവർ അവർ ഈ ലോകത്തിലും പരാജിതരാണ്, നിത്യതയിൽ ചെന്നാലും പരാജിതരാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള 5-ാമത്തെ വരമാണ് ദാനം ചെയ്യുക. അത് മനുഷ്യന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും വളരെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിൽ വലിയൊരു ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിൽ അംഗമാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.